കർഷകരുടെ വിഷയങ്ങൾ പഠിക്കുന്നതിനും പരിഹാര നിർദ്ദേശങ്ങൾക്കും വേണ്ടി കർഷക മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ കാർഷിക മേഖലയിൽ നടത്തുന്ന പര്യടനത്തിന്റെ ഭാഗമായി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.വി. രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഏരൂരിലെ ഓയിൽ പാം എസ്റ്റേറ്റ് മേഖലയിൽ സന്ദർശനം നടത്തി. തൊഴിലാളികൾ നേരിടുന്ന വിഷയങ്ങൾ പഠിക്കുക, അത്യുൽപാദന ശേഷിയുള്ള വിളകൾ നിർമ്മിക്കുന്നത് പഠനവിധേയമാക്കുന്നതിനും ഓയിൽ പാം വികസനത്തിനും കേന്ദ്ര സർക്കാരിന്റെ സഹായം എത്തിക്കുന്ന പദ്ധതികൾ തയ്യാറാക്കുന്നതിനും സംഘം ഓയിൽ പാം എസ്റ്റേറ്റ് സീനിയർ മാനേജറെ സന്ദർശിച്ചു. തുടർന്ന് ഫാക്ടറി സന്ദർശിക്കുകയും ഫാക്ടറി നവീകരണത്തിനും അത്യാധുനിക ഫാക്ടറി നിർമ്മിക്കുന്നതിനും ആവശ്യമായ വികസന രൂപരേഖ തയ്യാറാക്കുന്നതിന് ഫാക്ടറി മാനേജറുമായി ആശയവിനിമയം നടത്തി. ഓയിൽ പാം ഇന്ത്യയുടെ പ്രവർത്തനം ശരിക്കും കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നായിട്ടുള്ള കാർഷിക മേഖലയിലെ ഈ സ്ഥാപനം ഒരു നവീകരണത്തിൻ്റെ അഭാവം കൊണ്ട് നാശോന്മുഖമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ 49% ഓഹരി കൈവശമുള്ള ഈ സ്ഥാപനത്തിന് ഒരു മെച്ചപ്പെട്ട പ്രവർത്തനം അത് എല്ലാ തരത്തിലും, കാരണം കേരളത്തിലുള്ള ആകെ ഒരേ ഒരു ഓയിൽ പാം ഒലീവ് നിർമ്മാണ യൂണിറ്റാണ് നമ്മുടെ കൊല്ലത്തുള്ളത്. തീർച്ചയായിട്ടും അത് നവീകരിക്കേണ്ടത് നമ്മുടെ കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്ക് വളരെ അത്യന്താപേക്ഷിതമായൊരു സംഭവമാണ്. നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ ഒരു വൃത്തിയുള്ള DPR, ഒരു നല്ല പ്രപ്പോസൽ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ മെക്കനൈസേഷന്, മോഡേണൈസേഷന്, അതുപോലെ പുതിയ മാർക്കറ്റിംഗ് മെത്തേഡ്സ് അത് അവലംബിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നല്ല DPR തയ്യാറാക്കാൻ ഇവിടുത്തെ ഭരണകൂടം കൂടുതൽ ഓഹരികൾ കയ്യിൽ വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്ന കേരള സർക്കാർ തീർച്ചയായിട്ടും തയ്യാറാവണം. പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിലെ MP അദ്ദേഹത്തിന് മുൻകൈ എടുത്ത് MLA മന്ത്രിമാരെ കൂടി സഹകരിപ്പിച്ചുകൊണ്ടൊരു നല്ല DPR സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ വളരെ സാധ്യതകളുള്ള ഒരു മേഖലയാണ്. കാർഷിക മേഖലയിൽ, പ്രത്യേകിച്ച് ഈ കിഴക്കൻ മേഖലയിൽ, കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയിൽ ഈ ഒരൊറ്റ സ്ഥാപനം കൊണ്ട് കേരളത്തിൻ്റെ ഒരു എണ്ണ ക്ഷാമം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വെളിച്ചെണ്ണ വിലയൊക്കെ നമുക്കറിയാവുന്നതാണ്. നമ്മൾ വളരെ കൃത്യമായൊരു പ്ലാനോടുകൂടി ഈ സംവിധാനം മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ളൊരു പ്രവർത്തനം ലാഭകരമാക്കുക. ഇത്രയും വളരെ പരിതാപകരമായ ഒരു അന്തരീക്ഷത്തിൽ, വളരെ ലിമിറ്റേഷൻസിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം നിലവിൽ ഈ വർഷം ചെറിയൊരു ലാഭത്തിലാണ് എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഒരു സംഗതിയായി കാണുന്നു. ഇത്രയും മോശം സാഹചര്യത്തിൽ പോലും ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംഗതി, നല്ല പുതിയ സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ ഇവിടുത്തെ പ്രോഡക്റ്റുകൾ മാർക്കറ്റിംഗ് കോൺസെൻട്രേറ്റ് ചെയ്താൽ പോലും പുതിയ മാർക്കറ്റിംഗ് മെത്തേഡ്സ് അവലംബിച്ചാൽ, ഓൺലൈൻ മാർക്കറ്റിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇതിൻ്റെ പ്രചാരണത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു കൃഷി വ്യാപിപ്പിക്കാൻ, ഈ എണ്ണപ്പനയുടെ കൃഷി വ്യാപിപ്പിക്കാനും കൂടുതൽ കർഷകരെ, ഈ മേഖലയിലെ പ്രത്യേകിച്ച് കർഷകരെ ഇതിലേക്ക് അടുപ്പിക്കാൻ നമുക്ക് സാധിക്കും. റബ്ബറിൻ്റെ വിലയിടിവൊക്കെ കൊണ്ട് ഈ മേഖലയിലേക്ക് കർഷകർ തിരിഞ്ഞിട്ടുണ്ട്. അത് ഈ വ്യവസായം നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന വ്യവസായ മേഖലയുടെ അഭിവൃദ്ധിക്കും, അതുപോലെ തന്നെ കർഷകരുടെ ഈ വളരെ പരിമിതികൾക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന കൃഷി ചെയ്യുന്ന ഈ കർഷകർക്ക് മുന്നിൽ ഒരു പുതിയ ആശയമായിരിക്കും. അല്ലെങ്കിൽ വളരെ പഴയതാണെങ്കിൽ കൂടി നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്ന, കർഷകർക്ക് ഒരു ജീവവായു നൽകാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമായിരിക്കും തീർച്ചയായിട്ടും ഇത്. കേന്ദ്ര സർക്കാരിലെ കർഷക മോർച്ചയുടെ സംസ്ഥാന ഭാരവാഹികളടക്കം ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഒരു നല്ല പ്രപ്പോസൽ കേന്ദ്ര സർക്കാർ തീർച്ചയായിട്ടും ഇതുമായിട്ട് സംബന്ധിച്ച് കർഷക മോർച്ചയുടെ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും, അതോടൊപ്പം ഈ സ്ഥാപനത്തിന് നല്ലൊരു പ്രപ്പോസൽ DPR വന്നു കഴിഞ്ഞാൽ അതിൽ കേന്ദ്ര മന്ത്രിസഭയിൽ ഏത് തരത്തിലുള്ള ഇടപെടൽ നടത്താൻ സാധിക്കും, അതിൻ്റെ അറ്റം വരെ പോകാനും കർഷക മോർച്ച സംസ്ഥാന നേതൃത്വം തയ്യാറാണ്. അതിന് കേരള സർക്കാരും അതുപോലെ ഇവിടുത്തെ MLA MPയും അതിന് തീർച്ചയായിട്ടും തയ്യാറാവണം. കൃഷി മന്ത്രിയായാലും വ്യവസായ വകുപ്പ് മന്ത്രിയായാലും അതിനു വേണ്ടിയിട്ടുള്ളൊരു ഇനിഷ്യേറ്റീവ് കേരളത്തിലെ ഒരു ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വലിയ ചൂടുവയ്പ്പായിരിക്കും, അല്ലെങ്കിൽ അവരുടെ കാർഷിക മേഖലയിലേക്ക് ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ചൂടുവയ്പ്പായിരിക്കും എന്നുള്ളതാണ് കർഷക മോർച്ചയ്ക്ക് ഈ സമയത്ത് പറയാനുള്ളത്.
കർഷക മോർച്ച കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ഇടമൺ റെജി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുരേഷ് ആറ്റുംപുറം, സംസ്ഥാന ട്രഷറർ കോട്ടാത്തല അജയ്കുമാർ, കർഷക മോർച്ച കൊല്ലം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഏരൂർ അനിൽ, ബി ഹരീഷ് കുമാർ, കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു ഉജ്ജയിനി, മീഡിയ സെൽ കൺവീനർ CP പ്രദീപ് എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ, ഏരൂർ. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം. കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം 3D പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു. കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ ഡിസൈൻ, റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847.